ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ഫസ്റ്റ് മൂവി റിവ്യൂ. ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനെ ഒരു റിവ്യൂസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ആൻഡ് എൻ്റെ മോസ്റ്റ്ലി എനിക്കുള്ളൊരു ഏറ്റവും ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ മൂവീസ് കാണുന്നതും ഫുഡ് കഴിക്കുന്നതാണ്. രണ്ടിലും നമ്മൾ പൈസ നോക്കാറില്ല, എത്രയും കൂട്ടി കിട്ടോ. അതുകൊണ്ട് ഇറങ്ങിയ പടങ്ങളൊക്കെ മാക്സിമം അന്ന് തന്നെ നമ്മൾ പോയി കാണാറുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്ന് കണ്ട പടം ഏതാണെന്ന് വെച്ചാൽ നിവിൻ പോളിയുടെ പ്രതിച്ഛായ പറഞ്ഞിട്ടുള്ള മൂവിയാണ്. ഞാനൊന്നും എക്സ്പെക്ട് ചെയ്യാതെ പോയതാണ്. ബി ഉണ്ണികൃഷ്ണന്റെ മൂവിയാണ്. കഴിഞ്ഞ രണ്ട് പടം നമ്മൾ കണ്ടാണ്, ആറാട്ട്, ക്രിസ്റ്റഫർ തുടങ്ങിയിട്ടുള്ള ബി ഉണ്ണികൃഷ്ണന് നല്ല ഡയറക്ഷനും കാര്യമൊക്കെയാണ്. പക്ഷേ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയാതെ പോയതാണ് രണ്ട് മൂവീസും. ആൾക്കാർ ട്രോളൊക്കെ ആക്കി മാറ്റാണ് ആറാട്ട് എന്നുള്ള മൂവി. പക്ഷെ ഈ ഒരു മൂവി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിവിൻ പോളി ആയിക്കോട്ടെ, ഷറഫുദ്ദീന്, ബാലചന്ദ്ര മേനോന്, പിന്നെ ഈ പടത്തിന്റെ മ്യൂസിക്, ബാക്കിയുള്ള കാസ്റ്റുകൾ എല്ലാവർക്കും നല്ല റോൾ തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മൂവിയിൽ എടുത്തു പറയേണ്ടതാണത്. പിന്നെ ഈ പടത്തിന്റെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ജസ്റ്റിൻ വർഗീസിന്റെ മ്യൂസിക് ഒരു രക്ഷയില്ല മക്കളെ. പടം സ്റ്റാർട്ട് ടു എൻഡ് വരെ നമുക്ക് ആ ത്രില്ലർ മോഡിൽ ഒരു മലയാള മൂവി ഇങ്ങനെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ വിചാരിക്കാത്ത ടൈപ്പ് മ്യൂസിക്, അതൊരു ഫ്രഷ്നെസ് കിട്ടി ഈ ഒരു മ്യൂസിക്കും കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ ആ പടം നമ്മൾ ഇരുന്ന് കണ്ടു കേട്ടോ. ഞാൻ പടത്തിന്റെ സ്ക്രിപ്റ്റിങ്ങും പിന്നെ ഇതിൽ ചില ഡയലോഗ്സ് ആയാലും അതിലൊരു കുറേ തോട്ട്സ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ശരിക്കും നമുക്ക് അങ്ങനെ മീനിങ് ഫുൾ ആയിട്ട് തോന്നും, നമ്മളെ ലൈഫിൽ റിലേറ്റബിൾ ആക്കി തോന്നിപ്പിക്കുന്ന രീതിയിൽ ഡയറക്ടർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര രസമായിട്ടോ. പടത്തെ ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകും. ഓരോ ക്യാരക്ടറും സായ്കുമാർ ആയാലും ബാലചന്ദ്ര മേനോൻ ആയാലും നിവിൻ പോളി ആയാലും ഒക്കെ പടം ത്രൂ ഔട്ട് അടിപൊളിയായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഗോകുലം ഗോപാലനാണ് പടത്തിന്റെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നി അപ്പോളെ ഒരു ഹൈലൈറ്റ് ആണ് അത്. പിന്നെ ജസ്റ്റിൻ വർഗീസിന്റെ മ്യൂസിക്, ജസ്റ്റിൻ വർഗീസ് ഇപ്പം ബോളിവുഡിൽ നിന്നൊക്കെ ചെയ്തിട്ട് മലയാളത്തിൽ ഇങ്ങനെ ഒരു സംഭവം പ്ലേസ് ചെയ്തപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് കിട്ടും. എനിക്ക് പടം കണ്ടിട്ട് ആ തലവ എന്ന് പറഞ്ഞ സീനിൽ ഒരു എൻട്രി ഉണ്ട്, ബ്ലാക്ക് ഷർട്ട് ഒക്കെ ഇട്ടിട്ട് നിവിൻ പോളിയുടെ ഒരു രക്ഷയില്ല മക്കളെ. ആ ഒരു സീൻ മാത്രം മതി ടിക്കറ്റ് മുതലാണ്, മസ്റ്റ് വാച്ചാണ് ആ ഒരു സീന്. ഇനിയിപ്പോൾ നിങ്ങൾ റീലൊക്കെ ഭരിക്കാൻ പോണ ഒരു ഐറ്റം. അതിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ രാഷ്ട്രീയത്തെ പറ്റിയും അതിൻ്റെ സൈഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ വെറുപ്പിക്കുന്നില്ല കേട്ടോ. ചില രാഷ്ട്രീയ പടങ്ങളെ മാതിരി ഒന്നല്ല. പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന് പറയുമ്പോൾ ഫാമിലി മിക്സ് ആക്കിയിട്ട് ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ഇപ്രാവശ്യം ബി ഉണ്ണികൃഷ്ണൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും പടം എനിക്ക് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് പടം കണ്ടിട്ട് അഭിപ്രായം പറയട്ടോ. ആൻഡ് ബാലചന്ദ്ര മേനോനായാലും ഇമോഷൻ സീനൊക്കെ അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നല്ല രസമുണ്ടടാ. അപ്പം എല്ലാവരും പോയി കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കും. അപ്പം നമ്മൾ അടുത്തൊരു മൂവി റിവ്യൂ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.